ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഏറ്റവും ഒടുവിലായി പുറത്താക്കപ്പെട്ട താരമാണ് ജാൻമണി. മേക്കപ്പ് ആർട്ടിസ്റ്റായ ജാൻമണി അസം സ്വദേശിയാണ്. ബിഗ് ബോസ് വീട്ടിലെ ജാൻമണിയുടെ ശാപവും വഴക്കുകളുമൊക്കെ വൈറലായി മാറിയിരുന്നു. പൊട്ടിക്കരഞ്ഞുകൊണ്ടായിരുന്നു ജാൻമണി ബിഗ് ബോസ് വീടിനോട് വിട പറഞ്ഞത്. പുറത്തുള്ളവർക്ക് ബിഗ് ബോസ് ഒരു ഗെയിം ആയിരിക്കാം, പക്ഷെ തനിക്ക് അതൊരു വീടായിരുന്നു എന്നാണ് ജാൻമണി പറയുന്നത്. ജിൻഡോ, ഋഷി, അൻസിബ, യമുന എന്നിവരുമായാണ് തനിക്ക് ഏറ്റവും അടുപ്പം തോന്നിയത് എന്നും ജാൻമണി പറയുന്നുണ്ട്. യമുന പുറത്തുപോയപ്പോൾ താൻ വിഷാദത്തിലായി പോയി എന്നാണ് താരം പറയുന്നത്. എന്നാൽ തൻ്റെ ആ അവസ്ഥയൊന്നും പുറത്തു വന്നിട്ടില്ല എന്നും ജാൻമണി പറയുന്നു. ഒരു ദിവസം രാത്രി വിയർത്ത് കൊട്ടി ഞാൻ തുണി ഊരിക്കളഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ക്യാമറ ശ്രദ്ധിക്കുന്നത്. ഇത് കാണിക്കരുത് എന്ന് അപേക്ഷിച്ച് ഞാൻ ബ്ലാങ്കറ്റ് കൊണ്ട് മൂടി അവിടെ കിടന്നുവെന്നും ജാൻമണി തുറന്നു പറയുന്നു. അതേസമയം ആരോ എന്നെ തൊടുന്നത് പോലെ തോന്നിയിട്ട് പാനിക്കായ അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നുവെന്നും ജാൻമണി വെളിപ്പെടുത്തുന്നു. എന്നാൽ അതൊന്നും പുറത്തു വന്നിട്ടില്ല എന്നും ജാൻമണി പറയുന്നു. ബിഗ് ബോസിനകത്തും പുറത്തും ഹിറ്റായി മാറിയ ജിൻജ കൂട്ടുകെട്ടിനെ കുറിച്ചും ജാൻമണി സംസാരിക്കുന്നുണ്ട്. താൻ പുറത്തായപ്പോൾ ജിൻഡോ ചേട്ടൻ വല്ലാതെ വിഷമിച്ചുവെന്നും തനിക്ക് ആ മുഖത്ത് നോക്കാൻ പോലും സാധിച്ചില്ല എന്നും ജാൻമണി പറയുന്നുണ്ട്. ജിൻഡോ ചേട്ടനെ തനിക്ക് മിസ് ചെയ്യുന്നുണ്ട് എന്നും ജാൻ പറയുന്നു. ജിൻഡോ തനിക്ക് ചേട്ടനാണ് എന്നും ആ ബഹുമാനവും അദ്ദേഹത്തോടുണ്ട് എന്നും ജാൻമണി പറയുന്നു. ഒരു അനിയത്തിയെപ്പോലെ തന്നെ സ്നേഹിക്കുകയും തന്നെ പൊന്നുപോലെ കൊണ്ട് നടക്കുകയും ചെയ്തിട്ടുണ്ട്. ജിൻഡോ പാവമാണ് എന്നും ജാൻ പറയുന്നു. അതേസമയം ജിൻഡോയ്ക്ക് കാര്യങ്ങൾ സംസാരിക്കാൻ അറിയില്ല എന്നും പക്ഷെ നല്ല ഗെയിമറാണ് എന്നും ജാൻമണി പറയുന്നു. എന്നാൽ കള്ളത്തരവും ജിൻഡോയുടെ കയ്യിലുണ്ട് എന്നാണ് ജാൻമണി പറയുന്നത്. ബിഗ് ബോസ് വീടിനകത്തും പുറത്തും വിവാദമായി മാറിയ ജാസ്മിൻ ഗബ്രി കൂട്ടുകെട്ടിനെ കുറിച്ചും ജാൻമണി സംസാരിക്കുന്നുണ്ട്. ജാസ്മിൻ്റെയും ഗബ്രിയുടെയും പ്രണയം ഫേക്കാണ് എന്നാണ് ജാൻമണി പറയുന്നത്. പുറത്തൊരാൾക്ക് വാക്ക് കൊടുത്തിട്ട് വരുമ്പോൾ അകത്ത് കാണുന്ന ഒരാൾ ഒരിക്കലും പ്രധാനമാകില്ല എന്നാണ് ജാൻമണിയുടെ അഭിപ്രായം. പുറത്തുള്ള ആളുടെ കൂടെയാണ് ജീവിതകാലം മുഴുവൻ കഴിയാൻ തീരുമാനിക്കുന്നത്. കൂടെയിരിക്കുന്ന ആളോട് ഇഷ്ടം തോന്നിയാലും അത് നിയന്ത്രിക്കാൻ പറ്റണമെന്നും ജാൻമണി പറയുന്നുണ്ട്. ജാസ്മിൻ്റെയും ഗബ്രിയുടെയും കുറച്ച് വീഡിയോകൾ താൻ പുറത്തു വന്നപ്പോൾ കണ്ടുവെന്നും അവർ തമ്മിൽ യഥാർത്ഥ പ്രണയമായിരുന്നുവെങ്കിൽ അതെല്ലാം ക്യാമറയിൽ നിന്നും മറച്ചുവെക്കാൻ ശ്രമിക്കുമായിരുന്നു എന്നാണ് ജാൻമണി പറയുന്നത്. അതേസമയം തനിക്കൊരാളോട് പ്രണയം തോന്നിയതിനെക്കുറിച്ചും ജാൻമണി അഭിമുഖത്തിൽ സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ പറയണ്ട, ഞാൻ കൺഫ്യൂസ്ഡ് ആണ്. ആ വീട് അങ്ങനെയാണ്, പുറത്തേക്ക് കണക്ഷനൊന്നുമില്ലല്ലോ. നമ്മൾ ചിലപ്പോൾ അങ്ങനെ ആയിപ്പോകുമെന്നാണ് ജാൻമണി പറയുന്നത്. യമുന ചേച്ചി പോകുന്നതിന് മുമ്പേ തനിക്ക് ആ ഫീലിംഗ് ഉണ്ടായിരുന്നു. യമുന ചേച്ചിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നും ജാൻമണി തുറന്നു പറയുന്നു. അതേസമയം 2 പേർ കൂടി ബിഗ് ബോസ് വീടിനോട് വിട പറഞ്ഞിരിക്കുകയാണ്. പരിക്കിനെ തുടർന്ന് പൂജയും മാനസികമായി തളർന്ന സിബിനുമാണ് ഷോയിൽ നിന്ന് പിന്മാറിയത്. ഇതിനിടെ പരിക്കിനെ തുടർന്ന് വിശ്രമത്തിലായിരുന്ന സിജോ ഷോയിലേക്ക് തിരിച്ചു വരികയും ചെയ്തിരുന്നു.